ഊതാതെ പോയേ. ഹലോ, നാടകമോ? നാടകം ഉണ്ടെന്ന്. എടാ നമ്മളെ പഴയ വനജ പ്രഭാകരനൊക്കെ ഉണ്ടോടാ? ആണോ? ആ ഞാൻ വരട്ടെ, ഞാനേ നോക്കട്ടെ കേട്ടോ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ചാച്ചൻ പറഞ്ഞ പോലെ ഒന്നല്ല. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാന്നേ. എടാ, ഇന്ന് ആ ലിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല ചാൻസ് ആയിരുന്നു. അവളുടെ നമ്പർ ഞാൻ മനോവിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വിളിക്കാനൊരു പേടി. പേടിയോ? എന്തിനി? പേടിയുള്ളടത്ത് പ്രണയം വർക്കാവൂല. ശരി, എന്നാ വിളിച്ചാലോ? ഈ രാത്രി വേണ്ട. പ്രണയത്തിന് അങ്ങനെ രാത്രിന്നോ പകലെന്നോ ഒന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കും. ഒറ്റ മിനിറ്റ്. പേഴ്സ് ചെതലരിച്ച് തുടങ്ങി. ഇതിന്ന് വിളിച്ചു. ഒറ്റൊരുത്തൻ തെരഞ്ഞു വന്ന് പണി വരില്ല. കള്ളനാ കള്ളൻ. അറിയാലോ. നാട്ടുകാരെ നിനക്ക് കിട്ടുന്ന പോലായിട്ട് അവനോട് മേടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. ആണോന്നോ? ഏടാ നീ കളിക്കുന്നത്? എടാ നിന്റെ കൊതി കിട്ടി വയറിളക്കം പിടിച്ച് പ്രളയം വന്ന് സർവ്വതെന്ന് വെച്ചാലും ഈ മിക്സി എന്നാക്കി തീരാതെ ഒരു തൊള്ളി ഇനന്ന് എല്ലാം മര്യാദ മിക്സി എന്നാക്കി സമയം ഒത്തിരി ഞാനങ്ങ് ഇറങ്ങുവാണേ. ഞാൻ നിന്നോട് പറയാതിരിക്കായിരുന്നു. സമയം കണ്ടമാനം കൊണ്ട് പോയി. അതേ തന്നെ നീ നോക്കൂ. ഞങ്ങളുടെ എടാ, ഇത് തീർത്ത് ഞാനും വരാടാ. പോയി വിളിക്ക്. വിജയിച്ചു. അയ്യോ വേണ്ട. കുറെ നേരമായിട്ട് വിലടിക്കുന്നുണ്ടോ? ഒരു തവണ. അയ്യോ എന്തൊരു ടെൻഷൻ. ടെൻഷൻ. അയ്യോ അയ്യോ. ഹലോ. അല്ല അറിയില്ല. എൻ്റെ അമ്മച്ചി ആ കുട്ടാ പൊട്ടാ. അയ്യോ ടെൻഷൻ. പൊട്ടാളമാണോ? ഹലോ. ഹലോ, ഇതാരാ? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലാവാത്തോണ്ടാണല്ലോ ആരാന്ന് ചോദിച്ചത്. ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന്. ആ മനസ്സിലായി. കാലത്ത് ബസ് സ്റ്റോപ്പിലും സ്ഥിരമായിട്ട് മില്ലിലും വന്ന് എനിക്ക് പണിയിരുന്ന ചേട്ടനല്ലേ? അല്ല, കുറച്ച് നാളായി ഇതിനോട് 2 വാക്ക് പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ തന്റെ ഉദ്ദേശം? ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ അല്ല. താനൊന്നും പറയണ്ട. വേണ്ട പറയണ്ട. മെയിൽ എന്നെ വിളിക്കരുത്. ഇല്ല വിളിക്കില്ല. ഇതങ്ങനെ വിട്ട ശരിയാവില്ല. തന്നോടല്ല ഞാൻ. സത്യം പറഞ്ഞാൽ ഞാനാ തനിക്ക് ബസ് സ്റ്റോപ്പില് ലിഫ്റ്റ്. ഓ ജെറി. അതെ, ആ ജെറി. ഓ ഐ എം റിയലി സോറി ജെറി, ഞാൻ ആളറിയാതെ പെട്ടെന്ന്. ഇറ്റ്സ് ഓക്കേ, ഹാപ്പൻസ്. സാരമില്ല. അല്ല താൻ ആരോടാ ഷൗട്ട് ചെയ്തേ? ഓ അത് ഞാൻ വേറൊരാളെന്ന് കരുതിയൊന്ന് വരട്ടിയതാ. ഇങ്ങനെയൊന്നും വരട്ടല്ലോ കേട്ടോ. ഇന്ന് താൻ എന്നെ കറക്റ്റ് ടൈമിൽ എത്തിച്ചില്ലായിരുന്നു, എല്ലാം കൊളായന്. അല്ല, ഹൗ ഡിഡ് യു ഗെറ്റ് മൈ നമ്പർ? സഞ്ജയുടെ സിസ്റ്ററിന്റെ നമ്പർ കിട്ടാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏട്ടൻ എങ്ങനെ അറിയാം? അതൊക്കെ ഒരു സസ്പെൻസ് ആണ്. ഈ ഒരൊറ്റ കോളിൽ പറഞ്ഞാൽ തീരില്ല. വഴിയെ കൂടുതൽ പരിചയപ്പെടാം. ഓക്കെ. ജെറി പറഞ്ഞു. നമ്മള് ഇന്നലെ പരിചയപ്പെട്ട സ്ഥിതിക്ക് മില്ലിപ്പോ റെഡിയാവുമായിരിക്കും അല്ലേ? ഞാൻ മില്ലിലോട്ട് പോവാന്ന് ജെറിക്ക് എങ്ങനെ മനസ്സിലായി? എന്തോ ചാച്ചൻ വിളിക്കുന്നേ. പിന്നെ വിളിക്കാം. വിളിക്കും. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കട്ടായി. ഇങ്ങനെയാണോ ചാച്ചൻ വിളിക്കുന്നത്?
ഇച്ചിരി പിണ്ണാക്ക്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒരു ചായ കുടിക്കാണ്ട് ഞങ്ങൾ വിടത്തില്ല അല്ലേ അച്ഛാ? അതെ അതെ, അവള് തീരുമാനിച്ചതാ. 2 മിനിറ്റ് പോരാ കേട്ടോ അച്ഛാ, 2 മിനിറ്റ്. ഓ ഓ ഓ മോണിനി എപ്പോഴാ തിരിച്ച് ദുബായിക്ക്? മിക്കവാറും ഞാൻ നെക്സ്റ്റ് വീക്ക് പോകുന്നു. എൻ്റെ സഞ്ജയ്ക്ക് നിനക്ക് ഒരേ പ്രായമാണ്. ഇനി ഒരു കല്യാണമൊക്കെ നോക്കണ്ടേ? അതും കൂടെ സംസാരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ വന്നത്. തന്നോട് എന്തൊക്കെയോ കുറെ പറയണമെന്ന് കരുതി ഇവിടെ വന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോഴാ ഞാൻ പൊട്ടൻ. വെറുതെ ഞാൻ പോട്ടെ. സഞ്ജു, ആ നവീട്ടാ. അത് പിന്നെ തന്നോടൊരു കാര്യം. എന്താ? ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ സഞ്ജന ഉണ്ടാക്കിയതാ? എവിടായിരുന്നേ ഇത്രയും ദിവസം? അമ്മച്ചി ദേ റോണി നോക്കിക്കേ. നീ വെറുതെ എന്നെ തൊടാൻ നിൽക്കണ്ടെങ്കിൽ വന്നേ. കണ്ടെടുത്ത് തെണ്ടിത്തിരിഞ്ഞ് നടന്നതാ. എന്നാടി? ആഹാ, ഇവനിത് എവിടെ കറങ്ങി നടക്കായിരുന്നു. ഇനി അങ്ങോട്ട് വെച്ചടാ, നമുക്ക് പിന്നെ ഓട്ടോയെ കയറ്റി വീട്ടിലോട്ടും കൊണ്ടുപോയാലോ? നിങ്ങൾ വണ്ടി കയറിക്കേ, വേറെ പണിയില്ലാത്ത പോലെ. റോണി, അല്ലെങ്കിൽ പേപ്പിന് വയ്യാണ്ടിരിക്കുക. ഇനി ഇതിനെയും കൂടെ കൊണ്ടുപോയിട്ട് വേണം കൂടുതൽ വയ്യാണ്ടാവാൻ. തെണ്ടിത്തിരിഞ്ഞ് മതിയാകുമ്പോ അതിങ്ങ് വന്നോളൂ. ഇങ്ങ് വന്നേ. റോണി, ആ മോളെ, അച്ഛൻ വന്നായിരുന്നോ? ഇനി വേണമെങ്കിൽ മോള് പോക്കോ, അച്ഛനുണ്ടല്ലോ. ഏയ് സാരല്ല. രണ്ടു ദിവസമായിട്ട് ആ ചെറുപ്പക്കാരനെ കാണുന്നില്ലല്ലോ. ആര്? ആ എന്നും പൊടിപ്പിക്കാൻ വരുന്ന ചെറുപ്പക്കാരൻ. അയാൾക്ക് പൊടിപ്പിക്കാൻ വേറെ മില്ല് കിട്ടി കാണും. മല്ലിയെന്ന് പിടിക്കാം. ആ
ഇത് എവിടെയായിരുന്നു ജെറി? അത് എല്ലാം നേരിട്ട് പറയാം. നാളെ രാവിലെ 10 മണിക്ക് കാക്കവയൽ പാലത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വരണം. ഞാനവിടെ ഉണ്ടാവും. ഞാനാണ്. ഞാൻ ഇറങ്ങാണേ. ജെറി ഞാനാണ്. കഴിച്ചു. നീ വേണ പൊക്കിയാലോ? നീ അതേ കോലെടുക്കരുത് ശിക്ഷ. അവര് വേറെ കഴിച്ചാൽ നീ വിളിക്കാനുള്ള പറയാണ്ടെങ്കിൽ ഇത് നാളത്തേക്ക് ഈ ആവശ്യം കുഴപ്പമില്ല. പോട്ടെ. എനിക്കയാളെ ഇഷ്ടം. നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ? താനെങ്ങനെയാണോ ചത്തേ? നിന്നെ ഇന്ന് ഞാൻ CI ആക്കോളാം. എപ്പോഴോ ബോധം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ തീർന്നെന്ന്. എന്നാലും പോയോ? ഓ അവിടെ വെക്കണോ? ഞാൻ പറയട്ടെ, പറഞ്ഞ കാര്യം മുഴുവൻ തീർന്നില്ല. ആ നിൽക്കാൻ, ഇയാൾ എന്തൊരു മനുഷ്യനാണോ ഇത്? ഉണങ്ങി പോവാണ.
ഞാൻ നിന്റെ കാല് പിടിക്കാൻ ആന്റണി. നീ എന്നോട് ക്ഷമിക്കണം. ഞാനന്ന് കള്ളും പുറത്തറിയാതെ നിന്റെ അപ്പനെ തള്ളിയിട്ട് പോയതാ. അതിന് നീ എന്നെ ഒരു പ്രാവശ്യം തല്ലിയില്ലേ? വേണേ ഇനിയും തല്ലിക്കോ, തല്ലിക്കോ ആന്റണി. ദാസപ്പം പോയിക്കോ. പോയിട്ട് വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ അവസാനമായിട്ട് കാണാൻ നോക്ക്. പൊക്കോ. പിന്നെ വീട്ടുകാർ ഞാൻ ചത്തതെറിഞ്ഞെല്ലാവരും സമാധാനിച്ചിരിക്കുകയായിരിക്കും. അല്ലേലും അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ വിഷമിച്ചിരുന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ പേരും പറഞ്ഞ ആ പെണ്ണിനെ വിളിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നാളെ രാവിലെ 10 മണിക്ക് പാലത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വരുമെന്നല്ലേ നീ പറഞ്ഞത്? നമ്മളവിടെ പോകുന്നു, അവനെ പൊക്കുന്നു. കർത്താവേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ സഹായിക്കുന്നത് എന്തിനെന്നായിരിക്കും നീ ഇപ്പം വിചാരിക്കുന്നത്? പോകുന്നതിന് മുമ്പ് ഞാനും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യട്ടോ. എങ്ങാനും സ്വർഗം കിട്ടിയല്ലോ. ഞാനൊരാത്മാവ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഫോണിലാണല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? ആന്റണി, ഞാൻ എത്ര സമയമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നറിയോ? എന്തായി? അവൻ വന്നോ? അവൻ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞേ. ആ വരട്ടെ. ആ വരുന്നുണ്ട്. ഹായ്, മനസ്സിലായില്ലേ? സുബീഷ് കുട്ടിയല്ലേ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കാറുള്ള സഞ്ജന. തനിക്ക് ഫോൺ എങ്ങനെ കിട്ടി? ശേ, അതൊക്കെ നമുക്ക് വിശദമായിട്ട് ഏത് ഐസ്ക്രീം പാർലർ പോയി സംസാരിച്ചാൽ പോരെ. എന്നാത്തിനാ വെയിലുകൊണ്ട് കിടക്കാൻ നിൽക്കുന്നത്? താൻ ആദ്യം ചോദിച്ചതിന് മറുപടി പറ. പിന്നെ മനുഷ്യനെ നേരിട്ട് മനസ്സിലാക്കുന്നതിന് കൂടുതൽ ഒരു ഫോണിലൂടെ എന്ത് മനസ്സിലാക്കാനാണ്? എവിടെ ഇനി മേലെ എന്റെ കൺവെടുത്ത് നിന്നെ കണ്ടുപോകരുത്. എടീ, നീ സുബീഷിനെ തല്ലിയല്ലേ? എനിക്ക് സുബീഷ് അറിയാൻ കാണിച്ചു തരാടി. ആരാ? ഈ പട്ടി എന്തിനാ നോക്കണേ? സഞ്ജു മോളെ, എന്താ? എന്തു പറ്റി എൻ്റെ മോക്ക്? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. അച്ഛൻ ചോദിച്ചെന്നേ ഉള്ളൂ. TV കാണാനും വന്നില്ല. അതിനെനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വേണ്ടേ? ഒരു ചെറിയ ക്ഷീണം തോന്നി കിടന്നേ ഉള്ളൂ. ഒന്ന് കഴിക്കാതെ വന്ന് കിടന്നാലെങ്ങനാ? അമ്മ അവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നു. വാ, കഴിച്ചിട്ട് വന്ന് കിടക്ക്. ഞാൻ പിന്നെ വന്നേക്കാം. മക്കൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയണം. അറിയാലോ, അമ്മയ്ക്കും അച്ഛനും മക്കളും മാത്രമേ ഉള്ളൂ.
പോലട്ടാ കാലത്ത് പള്ളിയിലച്ഛനെ കൊണ്ടുവരാൻ വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. കത്തൊരുമാതിരിപ്പെട്ട എല്ലാവർക്കും കൊടുത്തായിരുന്നു. അവൻ്റെ ഫോട്ടോഗ്രാഫർമാരായിട്ടുള്ള കുറേ കൂട്ടുകാരുണ്ട്, അവരെ വിളിക്കാൻ മറക്കണ്ട. പോളേട്ടാ, അല്ല കൊച്ചിനോട് പറയണ്ടേ, അവനാ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മോനെ, അതെ, നിനക്ക് ആ പെങ്കൊച്ചിനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത് വിട്ട് കളയണ്ട. അങ്ങനെ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പം മനസ്സിനൊരു തോൽവിയായി കിടന്ന് നമുക്ക് കുത്തും. ഇച്ചാച്ചന് കുറെ കുത്തുന്നുണ്ടല്ലേ? മറക്കാൻ കഴിയില്ല, മരിക്കുവോളം നിന്നെ വെറുക്കാൻ അറിയില്ല മലർക്കിളിയേ. വേണ്ട, ആ പെങ്കൊച്ച അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളാരുമായിട്ട് ആ പെങ്കൊച്ചിനെ അറിയിക്കണ്ട. ഛേ, എന്നാത്തിനാ പിന്നെ പറഞ്ഞ അടിച്ചേച്ച് കിടന്നേ, ഞാൻ എടുത്തോണ്ട് വരാം. എടാ സുധർമ്മ, അവനിവിടെ നിന്ന് നമ്മളെ വിട്ട് പോയിട്ടില്ലടാ. അവൻ ഈ പരിസരത്ത് എവിടെയൊക്കെ ആയിട്ട് നിൽക്കുക. എനിക്കങ്ങനെ തോന്നുന്നു. ഇതടിച്ചോ പോളേട്ടാ, ഉറക്കമൊന്നും വരില്ല, എന്നാലും അടിച്ചോ. പോളേട്ടിന് വേണ്ട, നിങ്ങളടിച്ചു. പോളേട്ടിനെ അടിച്ച പോളേട്ടിനെ ഇറങ്ങിയാൽ ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി എന്താ പ്ലാന്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ എൻ്റെ 7 പറ്റുവാണെങ്കിൽ ആ വഴിവാ. അല്ല, ഈ 7-ൻ്റെ എന്താ പ്രത്യേകത? ശരിക്കറിയത്തില്ല, ഞാൻ കണ്ടത് ഒരാൾ തവളയെ മാറുന്ന. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ വല്ല പാമ്പോ പഴുതേരയൊക്കെ ആയിരിക്കും അല്ലേ? അല്ല, നമുക്കേ ഇവിടെ ഇത്തിരി ദിവസം കൂട്ടിക്കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? അറിയത്തില്ല, എനിക്ക് തന്നെ ഞാൻ മരിച്ച അവളെ ഒന്ന് അറിയിക്കണമെന്നായിരുന്നു. അതുപോലും നടന്നില്ല. പിന്നെ എങ്ങനെയാ? ഈ ആത്മാക്കൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയോ? ഇല്ല. ഈ 7 ദിവസങ്ങൾ തന്നെയാ. അല്ല, ഇപ്പൊ എവിടേക്കാ? വീട്ടിലേക്ക്. അമ്മച്ചി മരിച്ചതിന് ശേഷം എന്നെ പൊന്നുപോലെ നോക്കിയ ഒരാളുണ്ട്. ഇനി അതിനൊന്ന് അവസാനമായി കാണണം. അല്ല, അപ്പം ഞാനോ? പോയി വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് ഓടി നോക്ക്. ഞാൻ ഭാഗ്യമില്ലാത്തവനാ, താൻ ചിലപ്പോൾ അനുഗ്രഹീതനാണെങ്കിലോ.